ഇന്ന് ഭൂരിഭാഗം ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ, അമിത രക്തസമ്മർദ്ദം. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അമിതവണ്ണം, മദ്യപാനം, പുകവലി, വാട്ടർ ഇൻടേക്കിൻ്റെ കുറവ്, ശരീരത്തിന് ആവശ്യമായ ജലാംശം ലഭിക്കാത്ത അവസ്ഥ, ഉറക്കക്കുറവ് തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ വരാം. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, ആയുർവേദത്തിൽ ബി പിക്ക് ചികിത്സയുണ്ടോ? എന്തെങ്കിലും ഒറ്റമൂലികൾ, മുരിങ്ങയില ഉപയോഗിച്ചാൽ ബി പി കുറയുമോ? അല്ലെങ്കിൽ സർപ്പഗന്ധ സ്ഥിരമായി ഉപയോഗിച്ച് ബി പി കുറയ്ക്കാൻ കഴിയുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല അതിൻ്റെ ശാസ്ത്രീയമായ രീതി. ഒരു അംഗീകൃത ആയുർവേദ ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, ഔദ്യോഗിക തലങ്ങൾ വരെ അതിലേക്ക് വരെ ഇറങ്ങി ചെല്ലേണ്ടി വരും. എന്നിട്ട് നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുക എന്നതാണ്. പേര് പോലെ തന്നെ ഒരു ജീവിതശൈലി രോഗം. ആ ജീവിതശൈലി കൃത്യമാക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു പരിഹാരം. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ രോഗിയുടെ പ്രായം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ പരീക്ഷാ സമയത്തോ അങ്ങനെ എന്തെങ്കിലും സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ബി പി കൂടിയ പ്രശ്നങ്ങൾ കാണാം. അതല്ലെങ്കിൽ പ്രൊഫഷണലായി ഉദാഹരണത്തിന് എന്തെങ്കിലും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം ഉത്തരവാദിത്തമുള്ള ജോലികളിൽ. ഇവിടെയെല്ലാം അവരുടെ ഔദ്യോഗിക രീതികൾ എങ്ങനെയാണെന്നും കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം. അതുപോലെ പാരമ്പര്യം ഒരു ഘടകമാണ്. ഇതൊന്നുമല്ലാതെ മറ്റ് പല അസുഖങ്ങളുടെയും ഉപോൽപ്പന്ന ഘടകമായി ബി പിയിൽ വേരിയേഷൻസ് കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ബി പി കൂടുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം. ബി പി എന്നതൊരു ഡയഗ്നോസിസ് അല്ല, അതിൻ്റെ മൂല കാരണം കണ്ടുപിടിച്ചതിന് ശേഷം ആ കാരണത്തെ മറികടക്കാനുള്ള ചികിത്സകളാണ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ട് ആയുർവേദത്തിൽ ഉള്ളിലേക്ക് കഴിക്കുന്ന പല മരുന്നുകളുണ്ട്. കൂടാതെ ശിരോധാരകൾ, ശിരോവസ്തി, തലപൊതിച്ചിൽ തുടങ്ങി പല ചികിത്സകളുണ്ട്. ഏത് ചികിത്സ ഏതൊക്കെ വ്യക്തികൾക്ക് വേണമെന്നുള്ളത് വിശദമായ പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു ചികിത്സ ഹൈപ്പർ ടെൻഷന് ആവശ്യമാണ്. ഹൈപ്പർ ടെൻഷൻ നോർമൽ ലെവലിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ചിലപ്പോൾ ആയുർവേദത്തോടൊപ്പം തന്നെ യോഗ, പ്രാണായാമ, അതല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഇതെല്ലാം ആവശ്യമായി വരും. അപ്പോൾ എല്ലാ രീതികളും സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഹൈപ്പർ ടെൻഷന് എതിരെ പോരാടാൻ നമുക്ക് സാധിക്കും. ശാസ്ത്രീയമായ രീതിയിൽ തന്നെ എല്ലാവരും അതിന് ശ്രമിക്കണം എന്ന് അറിയിക്കുന്നു.